ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഞാൻ സോയ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ വരട്ടിയാണ് വെച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 100 ഗ്രാം സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതൊഴിച്ച് ഒരു 10 മിനിറ്റ് ഞാനത് കുതിരാൻ വേണ്ടിയിട്ട് വിടുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. വെള്ളം കളഞ്ഞ് സോയ ചങ്ക്സ് നമുക്ക് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ അതിനിടയിൽ നമുക്ക് നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വേണ്ട സാധനങ്ങൾ, തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാം. അതൊക്കെ എത്രയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് സോയൊക്കെ ഊറ്റി വയ്ക്കാനുള്ള സമയമാവും. അപ്പോൾ അതിലേക്ക് ഞാൻ 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്, വലിയുള്ളി. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 2 തക്കാളി. അപ്പോൾ ഇത് നമുക്കതിലേക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ മസാല ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി 2 ആക്കിയത്. തക്കാളി 1 എടുത്താലും നമുക്കിതിലേക്ക് ധാരാളമാണ്. തക്കാളി കട്ട് ചെയ്യുമ്പോഴേ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്, നടുക്കങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഞെട്ടി 2 പീസിലും ഉണ്ടാവും. 2 പീസ് നമുക്ക് മുറിച്ച് കളയണം. അപ്പോൾ ഇനി കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ തക്കാളീൻ്റെ ആ നടുക്കത്തെ കണ്ണ് ഫുള്ളായിട്ട് മാറ്റിയിട്ട് ആ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായി, ഒരു പീസിന് മാത്രം നമുക്ക് അതിൻ്റെ കണ്ണ് ചെത്തിക്കളഞ്ഞാൽ മതി. അപ്പോൾ എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും. അത് നല്ല ഈസി പരിപാടിയാണ്. തക്കാളി അരിഞ്ഞു വന്നപ്പോൾ ഒരുപാടുള്ള പോലെ തോന്നി. അപ്പം ഞാനൊരു 1.5 പീസിൽ നിർത്തുകയാണ്. എൻ്റെ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് അരിപ്പയിലേക്കിട്ട് ആ വെള്ളം ഊറ്റി കളയുകയാണ്. വേണമെങ്കിൽ നമുക്ക് ചൂടാറുമ്പോൾ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിലത്തെ വെള്ളവും കൂടെ കളയാം. അതിലെ വെള്ളം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത് നമുക്കൊന്ന് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാം. ഇനി ഈ സോയയിൽ നമുക്ക് കുറച്ച് മസാല വരട്ടി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിട്ടു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് കുക്ക് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് പാനിലേക്ക് ഇട്ട് ചൂടാക്കി എടുക്കുക. എല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കത് ഓഫാക്കി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അത് നമുക്കൊന്ന് ചെയ്യാം. അപ്പോൾ ഒരു പാനിലേക്ക് 1.5 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ പുരട്ടി വെച്ച സോയ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സോയ മിക്സ് ചെയ്ത സമയത്ത് ഞാൻ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഞാനത് പറഞ്ഞില്ല. അപ്പോൾ ഇതൊന്ന് നമുക്ക് ചൂടാക്കി എടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഈ ഇട്ട മസാലകളുടെ ഒക്കെ ഒരു റോ മണം പോവാനും റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണം പോകുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നേരിട്ട് ഇളക്കി കൊടുക്കണ്ട. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സോയിലത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരും, ഇത് ഡ്രൈ ആവുകയില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ എണ്ണയിലൊന്ന് വറുത്ത് കോരുന്ന പോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത്രേ വേണ്ടൂ. ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും ചെയ്യണ്ട കേട്ടോ. സോയ ചങ്ക്സ് ഞാൻ
വഴറ്റി മാറ്റി വെച്ചു. ഇനി ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചത്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി നാളികേരക്കൊത്ത് അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പ് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരക്കൊത്തൊക്കെ കളർ മാറി. അപ്പോൾ അതിലേക്ക് ഞാൻ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല. അതിനു മുന്നേ ഞാൻ മസാലകളും എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. എന്നാൽ ഉള്ളി വേഗം പെട്ടെന്ന് നമുക്ക് കളർ മാറി കിട്ടും. ഇത് ഒരുപാട് കളറൊന്നും മാറ്റുന്നില്ല, എന്നാലും പെട്ടെന്ന് ആയി കിട്ടാൻ കുക്കായി കിട്ടാൻ നമുക്ക് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ സോയ ചങ്ക്സിൽ ഇട്ട് കൊടുത്താണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ നമുക്ക് നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാടായാൽ നല്ല എരിവായിരിക്കും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്തത് 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, അതാണ് ചേർത്തത്. നമുക്ക് ബീഫിൻ്റെ ടേസ്റ്റ് വേണമെങ്കിൽ മീറ്റ് മസാല ചേർക്കാം. ചിക്കൻ്റെ ടേസ്റ്റാണ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. അപ്പോൾ നമുക്ക് ഏത് ടേസ്റ്റാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഞാനിവിടെ ഇത്തവണ ചേർക്കുന്നത് മീറ്റ് മസാലയാണ്. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മീറ്റ് മസാലയ്ക്കും അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ മുളക് പൊടി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. മസാലയുടെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചത് 1 തക്കാളിയും പിന്നെ ഒരു 1/2 കഷ്ണം തക്കാളി. അപ്പോൾ ആ 1.5 കഷ്ണം തക്കാളി അരിഞ്ഞു വെച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിതൊന്ന് തുറന്നു നോക്കട്ടെ എന്തായി അവസ്ഥ എന്ന്. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഒന്ന് ഉടച്ചു കൊടുക്കട്ടെ അതൊക്കെ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത്
നല്ല പേസ്റ്റ് പോലെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് ആ മസാല എല്ലാം ഈ സോയ ചങ്ക്സിൻ്റെ മേലെ പുരട്ടിയെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള 2 ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പം എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ ഇവിടെ ഇത് ഇടാത്തത്. എന്താണ് നമ്മുടെ ഗരം മസാല ഇട്ടാലല്ലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഗരം മസാല ഇടണം, പെപ്പർ പൗഡർ ഇടണം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ തന്നെ വേണമെന്നില്ല, 1/2 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല എന്തായാലും 1 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തേ പറ്റും. ഇത് നമുക്കിനി ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ പാനിൽ ചെറിയ ചൂടിലിട്ടിട്ട് പുലർത്തിയെടുക്കാം. നല്ല ഒരു മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും തൂവി കൊടുത്തു. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. നമ്മുടെ സോയ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് സോയാബീനാണ്, സോയ ചങ്ക്സ്. അതുകൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ എന്താ ഇവാൻ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം എങ്ങനെയുണ്ട് നീവു. ഗുഡ്. ഓക്കെ, ഇവൂന് ഇഷ്ടമായി അല്ലേ? സ്പൈസി ആണെന്ന് തോന്നുന്നു അല്ലേ ഇവു? നല്ല സ്പൈസി ഉണ്ടോ? എന്നാൽ പോയി വെള്ളം കുടിച്ചു. അപ്പോൾ അത് കുറച്ച് സ്പൈസി ആയിപ്പോയി ഉണ്ടാക്കിയപ്പോൾ. ഞങ്ങൾ ഇത്ര സ്പൈസി ഇവിടെ യൂസ് ചെയ്യാറില്ല. പെപ്പർ ഇട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി, അതാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കൊക്കെ സ്പൈസി ഓക്കെയാണ്, കുഴപ്പമില്ല. മക്കൾക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഞാൻ നോക്കട്ടെ. നാളികേരക്കൊത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. സോയാബീനിലും നല്ല അടിപൊളിയായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ദോശേൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കഴിക്കാം. അതിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, ബൈ.